ഇതേതാ ഹോട്ടൽ സരവണ ഭവൻ. ഹോട്ടൽ സരവണ ഭവൻ. ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ യാത്ര വരുമ്പോഴേ പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ഒരു മസാല ദോശയും വടയും കഴിച്ചാലോ എന്നൊരു പൂതി. അങ്ങനെ അത് ആ പൂതി തീർക്കാൻ വേണ്ടി ഞങ്ങൾ ശരവണ ഭവനിലേക്ക് അങ്ങ് പോകും. എന്നാലും ആഗ്രഹം വെച്ചിരിക്കാൻ പാടില്ല. അവിടെ കഴിയുന്നു അങ്ങനെ കയറി വരുമ്പോൾ തന്നെ അവരുടെ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പുറത്ത് തന്നെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ നമ്മുടെ കൊണ്ടായിട്ട് അവിടെ കോർണറിൽ സീറ്റൊക്കെ പിടിച്ച് വെച്ച് സെറ്റാക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. ഓർഡർ ചെയ്താ എന്ത് ചെയ്ത്? മസാല ദോശ മാത്രം. മസാല ദോശ സെറ്റ്. ഇതാണ് എൻ്റെ ഇൻറ്റീരിയർ. നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്തിട്ട് ബുക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ചൂടുവെള്ളം, തിളച്ച വെള്ളമല്ല, കുടിക്കാനുള്ള ചൂടിൽ. അവിടെ പാസ്ട്രി ഒക്കെ ഉണ്ട്. ഇവിടെ പാസ്ട്രി ഒക്കെ ഉണ്ട്. ഇവിടുത്തെ നമുക്ക് മസാല ദോശയാണ്. ചായ പറഞ്ഞാൽ ഇവിടുത്തെ ചായ അപ്പോൾ ചായയും പറഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ മസാല ദോശയോടൊപ്പം ചായയും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് കാണുന്ന ആൾ ചിലപ്പോൾ വേറെ ആളാണോ എന്നൊരു സംശയം ഉണ്ടാവും. എൻ്റെ പിള്ളേർക്കൊക്കെ സംശയമുണ്ട് ഇതിപ്പോൾ തന്നെയാണോ. അപ്പോൾ നിങ്ങൾക്കും സംശയം ഉണ്ടോയെന്ന് അറിയില്ല. സംശയക്കാരെ ഒന്നും സംശയിക്കേണ്ട, ഞാൻ തന്നെയാണ്. നമ്മുടെ മസാല ദോശ എത്തി. ചായയും നല്ല പതഞ്ഞ് തമിഴ് ചായ, മസാല ദോശ വിത്ത് വടയും. സരവണയിലത്തെ ഇതൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. തമിഴ്നാട് സ്റ്റൈലാണ്. അപ്പോൾ അത് ചായ, വട, ദോശയും നമ്മൾ മസാല ദോശ ടേസ്റ്റ് ചെയ്ത് നോക്കാം. മസാല ദോശ ടേസ്റ്റിന് നടുക്കുന്ന ഇങ്ങനെ കഴിക്കണം. എന്നാലും മസാലയും ചമ്മന്തിയും ഒക്കെ കൂടെ ഇങ്ങനെ അതിൻ്റെ സെറ്റ് കിട്ടില്ല. നമ്മൾ സാധാരണ മസാല ദോശ കഴിക്കുമ്പോൾ ചില മസാലകൾ എല്ലാ ഉരുളകളും തന്നെ ഉണ്ടാക്കുക. എന്നാലും ഇവിടുത്തെ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. വെറൈറ്റി സംഭവം തന്നെയാണ്. ശരവണ ഭവൻ ഗുരുവായൂരല്ല, ചൂണ്ടലിലാണ് നമ്മൾ. അപ്പോൾ ഈ വഴി പോകുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഓക്കെ. ഈ ചായ മസ്റ്റ് ട്രൈ എന്ന് പറയാൻ ശരവണ ഭവൻ ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ സാധാരണ ഒരു മസാല ദോശ ഒക്കെ കഴിക്കുന്നവർക്കൊരു വ്യത്യസ്ത ടേസ്റ്റിന് ഇത് നല്ലൊരു സംഭവമാണ്. നമ്മുടെ ശരവണ ഭവനിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം. ഈ വടയും ചട്നിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.